ആദ്യമായി തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വികാരി ഫാദർ അനു പ്രതാപ് അച്ഛനെയും ഞാൻ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിൻ. നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അതിലുപരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെ കൂടെ പഠനത്തിലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അഡ്വക്കേറ്റ് എൻറോൾ ചെയ്യുകയും ചെയ്തു. ഇന്നിവിടെ യാതൊരു മടിയും കൂടാതെ നമ്മുടെ സേവനം സ്വീകരിച്ച് ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേരുന്ന മഞ്ജുഷ മാർട്ടിനെയും അതോടൊപ്പം തന്നെ മഞ്ജുഷ മാർട്ടിൻ സിസ്റ്റർ മനീഷ മാർട്ടിനെയും മഞ്ജുഷ മാർട്ടിൻ ബ്രദറിലോ സ്റ്റിനിൻ ചാർലിയെയും ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നല്ലൊരു നടനും ഫോർമൽ മിലിറ്ററി പേഴ്സണും അതിലെല്ലാം ഉപരി നല്ലൊരു വ്യക്തിത്വനുടമയുമായ ജോസ്ബിൻ പോളിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രത്യേകം നന്ദി പറയുന്നത് നമുക്ക് ഈ പ്രോഗ്രാം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കി തന്ന ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ വിനോജിനെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായി സ്വാഗതം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയാണ്. സോ എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളൂ. നമ്മൾ ആദ്യം ഇവരുടെ ലൈഫിൽ നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് എല്ലാവരും കൂടി കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് ഗസ്റ്റ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതോടൊപ്പം മാജിക്കും മെൻ്റലിസവും നടക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ആർമിയിലും ഒക്കെ ഉണ്ടായിരുന്ന ജോസ്ബിൻ പോളി ഏട്ടൻ്റെ വാക്കുകൾ കേൾക്കാം. ഓക്കെ, ഒരു നല്ലൊരു കൈ കൊടുത്ത്. എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ പറഞ്ഞു സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് പറയേണ്ടത്. അപ്പം ഞാൻ 18ാമത്തെ വയസ്സിൽ +2 കഴിഞ്ഞ് ഡിഗ്രിയിൽ ചേർന്ന സമയത്ത് ഞാൻ ആർമിയിൽ സെലക്ഷനായിട്ട് പോയി. ലൈഫൊന്നും അങ്ങനെ ആ സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും കോളേജിൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ പോയി. അവിടുന്ന് കുറേ അടിയിടിയൊക്കെ കൊണ്ട് കുറേ പണിഷ്മെൻറ്റൊക്കെ കിട്ടി. അങ്ങനെ 27ാമത്തെ വയസ്സ് 9 വർഷത്തോളം ഞാൻ ആർമിയിൽ സർവീസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നാട്ടിൽ വന്നിട്ട് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ ഇപ്പം കോണ്ടന്റ് ക്രിയേഷനും അഭിനയമൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പം അന്ന് പോയപ്പം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കോളേജിലെല്ലാവരും ടൂർ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, എല്ലാവരും ഇങ്ങനെ വായി നോക്കി നടക്കുന്നു, ഞാൻ മാത്രം അവിടെ പോയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. രാത്രിയിൽ ഉറക്കമില്ല. നമുക്ക് മിനിമം രാത്രി ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറേ ഉറങ്ങാൻ കിട്ടത്തുള്ളൂ. പക്ഷേ അതിൻ്റെയൊക്കെ ഗുണം ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് എനിക്ക് നേരത്തെ ജോലി കിട്ടി പോയത് കൊണ്ട് ഇന്നെനിക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ പാഷനായിട്ട് ഇപ്പം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അന്ന് എല്ലാവരും അടിച്ചു പൊടിച്ച് നടന്നവരൊക്കെ ഇപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. കുറച്ച് പേരൊക്കെ ജോലി കിട്ടി സെറ്റിലായി. പക്ഷേ അന്ന് നേരത്തെ പോയി ആ സമയത്ത് പോയത് കൊണ്ട് എനിക്കെന്തായി 27ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് ഞാൻ കാശ്മീരിൽ 3 വർഷത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ കാശ്മീരിൽ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളത്. അപ്പം അതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നതും എൻ്റെ പാഷൻ ഫോളോ ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചത്. അപ്പം ഏറ്റവും മെയിനായിട്ട് നമുക്ക് എന്താണോ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ മാക്സിമം പരിശ്രമിക്കുക എന്നുള്ളതാണ്. എൻ്റെ ലക്ഷ്യം എനിക്ക് കാശ്മീർ സർവീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആർമിയിൽ ചെന്നതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ചെന്ന് എഴുതി കൊടുത്തു. പ്രത്യേകം വോളണ്ടിയറായിട്ട് എഴുതി കൊടുത്തു.
അപ്പം എനിക്ക് 2018 മുതൽ 2021 വരെ അവിടെ സർവീസ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക്, അവിടുന്ന് ഞാൻ പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കുന്നത്. പിന്നെ നാട്ടിലേക്ക് വരികയും പിന്നെ ആദ്യം എനിക്ക് അഭിനയമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഡൗട്ടുണ്ടായിരുന്നു, എങ്ങനെ പോകാം എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നാട്ടിൽ വരാം, യൂട്യൂബിൽ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. യൂട്യൂബിൽ വന്നതിന് ശേഷം ഞാൻ 120ഓളം വീഡിയോ ചെയ്തു, ഒന്നും ക്ലിക്കായില്ല. അതിനുശേഷം ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കൊച്ചിയിലേക്ക് വരുന്നു. ഒരു ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ 3-4 മാസത്തോളം അവിടെ കോഴ്സ് ചെയ്യുന്നു. കോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്തു തുടങ്ങി. അത് പതിയെ റീച്ചായി തുടങ്ങി. അവിടുന്ന് കുഞ്ഞു ഷോർട്ട് ഫിലിമുകൾ കിട്ടാൻ തുടങ്ങി. 1-2 പടത്തിൽ ചെറുതായിട്ട് തല കാണിക്കാൻ ചാൻസ് കിട്ടി. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കൊരു ഇൻകം വരാൻ തുടങ്ങി, പ്രൊമോഷൻസ് വരാൻ തുടങ്ങി, നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും, ആ തീരുമാനത്തിൽ ഞാൻ പട്ടാളം വിടുന്ന സമയത്ത് ഒരുപാട് പേരെന്നെ ഡൗട്ട് അടിച്ചിരുന്ന ഒരു സമയമായിരുന്നു, രക്ഷപ്പെടുമോ? കാരണം അത്രയും സേഫായിട്ടുള്ളൊരു ജോലി. അവിടുന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും റിസ്ക് ഉള്ള ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. പക്ഷെ ഞാനന്ന് അത്രയും എന്താണ് പറയുന്നത്, എല്ലാവരും നമ്മളോട് നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മളന്ന് അത്രയും ഉറച്ച തീരുമാനത്തിൽ നിന്നതുകൊണ്ട് ഇപ്പോൾ 1 വർഷം 1.5 വർഷമായിട്ടുള്ളൂ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ എനിക്ക് അതിൽ നിന്ന് എൻ്റെ ആർമിയിലെ സാലറിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ സ്വയം വിചാരിക്കുന്നു. അതും 1.5 വർഷമായിട്ടുള്ളൂ. അപ്പം നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം ആൾക്കാർക്ക് നമ്മളെ ഡൗട്ട് ഉണ്ടാവും. കാരണം അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നമ്മളോട് പറയുന്നത്, എടാ അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി ടൈം കണ്ടെത്തുക. നമ്മളെന്തായാലും രക്ഷപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. RR രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറഞ്ഞിട്ട് കാശ്മീരിൽ ഒരു ക്യാമ്പുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പോൾ അമരൻ മൂവി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അമരൻ മൂവിയിൽ കാണിച്ച അതേ ക്യാമ്പാണ്. അപ്പം അതാണ് ആ ക്യാമ്പെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ റൈഫിൾസ് കുറേ ക്യാമ്പുകളുണ്ട്. അപ്പോൾ അതിനകത്തൊരു ക്യാമ്പിലാണ് ഞാൻ 3 വർഷം സർവീസ് ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2018 മുതൽ 2021 വരെ, 21 ലാസ്റ്റ് വരെ ആയിരുന്നു RRലുണ്ടായിരുന്നത്. RRലാണ് ഏറ്റവും റിസ്ക് ഉള്ള, അതായത് ഒരു പട്ടാളക്കാരൻ്റെ ശരിക്ക് ജോലി ചെയ്യുന്നത് RRലാണ്. ബാക്കി എല്ലായിടത്തും നമുക്ക് ഓഫീസ് ജോലികളും അല്ലെങ്കിൽ നോർമൽ ഡ്യൂട്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. RRലാണ് നമ്മൾ ശരിക്കും ഏറ്റുമുട്ടലുകളും പരിപാടിയും വെടിവെപ്പും വെച്ചപ്പാടും ബഹളമൊക്കെ. അവിടെ ഏത് രാത്രി വേണമെങ്കിലും ഓപ്പറേഷൻ ലോഞ്ച് ആവാം, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇപ്പം പുൽവാമ അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ റൂമിലിരിക്കുന്ന സമയത്ത് റൂമൊക്കെ ഇങ്ങനെ ഷെയ്ക്കായി അതിൻ്റെ സ്ഫോടനത്തിൻ്റെ ഇതോടെ. അപ്പോൾ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഇങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ ആയിരിക്കും. അവിടെ സർവീസ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം നമ്മളൊരു ആർമിക്കാരനായിട്ട് വെറുതെ നോർമൽ ഡ്യൂട്ടി ചെയ്തിട്ട് തിരിച്ചു വരുന്നതല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം അതിനുവേണ്ടി ഞാൻ എഴുതി കൊടുത്തു. അത് അവർ സ്വീകരിച്ചു. എന്നെ RRലേക്ക് 27 RR എന്ന് പറഞ്ഞിട്ട് ബാന്തിപുര എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് വിട്ടു. ചെന്ന ഉടനെ തന്നെ നമുക്ക് 1 മാസത്തെ ട്രെയിനിങ് ഉണ്ടാവും. 1 മാസത്തെ ട്രെയിനിങ് പാസ്സായാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ അവർ നമ്മളെ തിരിച്ചു പറഞ്ഞു വിടും. അപ്പം അതിനുശേഷം പിന്നെ 3 വർഷത്തോളം ഏകദേശം 35ഓളം ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾക്കൊരു ക്യാമ്പുണ്ട്, ഞങ്ങൾക്കൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഒരു ടീമുണ്ട്. ആ ടീമിലാണ് ഞങ്ങൾ ഇപ്പം QRT ക്വിക്ക് റിയാക്ഷൻ ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അതിനകത്തായിരുന്നു ഞാനുണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾ ക്യാമ്പായിട്ട് ഓപ്പറേഷന് പോകും, സെർച്ചിങ് ഉണ്ടാവും. രാത്രി നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോയിട്ട് 74 അവരൊക്കെ കാത്ത് ഇപ്പം ഒരു തീവ്രവാദി വരുന്നുണ്ട് എന്ന് നമുക്കൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ 3 ദിവസത്തോളമൊക്കെ നമ്മൾ അവിടെ പോയി പട്ടിണിയൊക്കെ കിടക്കേണ്ടി വരും. നമ്മുടെ കയ്യിൽ ബാഗിൽ എന്താണോ റേഷൻ ഉള്ളത് അതുകൊണ്ട് മാത്രം പോയിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പറേഷൻസിന് പോയി. അതൊക്കെ എനിക്ക് ഭയങ്കര എന്താണ് പറയുക, ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെൻറ്റുകളായിട്ട് എനിക്ക് വിചാരിക്കുന്നു. ദൈവാനുഗ്രഹം അല്ലാതെ എന്താ പറയുക. അപ്പം അതായിരുന്നു എൻ്റെ ആർമി ലൈഫിൽ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സാറ്റിസ്ഫൈ ആയിട്ട്, അതായത് ഞാനിപ്പം ആർമിയിൽ നിന്ന് വന്നതിന് ശേഷവും എൻ്റെ ഏറ്റവും വലിയ ഞാൻ എന്താക്കിയോ അതൊക്കെ എൻ്റെ ആർമിയിലെ എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്നാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻറ്റ് വന്നതും ഇത്രയും റിസ്ക് എടുക്കാനുള്ള ധൈര്യമൊക്കെ വന്നത് അവിടെ നിന്നാണ്. അതാണ് RRൻ്റെ. വേറെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്കത് അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. മെയിൻലി RR നമുക്കവിടെ റിസ്ക് അലവൻസ് ഉണ്ട്. റിസ്ക് അലവൻസ് എന്ന് പറഞ്ഞാൽ RRലെ സാലറിയും കൂടുതൽ കിട്ടും. 12,000 രൂപ നമുക്ക് റിസ്ക് അലവൻസ് ഉണ്ട്. കാരണം ഏത് സമയത്തും തട്ടിപ്പോകാം. അതുകൊണ്ട് അവിടെ എക്സ്ട്രാ സാലറി ഉണ്ട്. അതുകൊണ്ട് സുഖമാണ്. മാസം ശമ്പളം കിട്ടുമ്പോൾ ഒരു രസമാണ്. മെയിൻലി
അതാണ് RRനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു. തീർച്ചയായിട്ടും അമരൻ മൂവി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ് അല്ലേ? ഓൾമോസ്റ്റ്. തീർച്ചയായിട്ടും മറ്റുള്ള ഫിലിമിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചും കൂടി രാജ്യസ്നേഹവും ഒക്കെ നമ്മളെക്കൊണ്ട് കുറച്ചും കൂടി ഫീൽ ചെയ്യിക്കുന്ന ഒരു മൂവി തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഫീൽഡിൽ, ഏറ്റവും റിസ്ക്കുള്ള ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ രണ്ടുപേരും, ഒരാൾ നമ്മളുടെ ആർമിയിൽ സേവനം ചെയ്യുമ്പോൾ ഒരാൾ അഡ്വക്കേറ്റാണ്, നിയമത്തിൻ്റെ വശത്ത് നിന്ന് രാജ്യത്തെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഇദ്ദേഹത്തിൻ്റെ ജോസ്മിൻ പോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ആർമിയിൽ ഇങ്ങനെ ഇത്രയും നിഷ്കളങ്കമായിട്ട് ഇന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. വളരെ ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡാണ് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ഡ്യൂട്ടി മൈൻഡിലായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ അടുത്ത സെക്ഷനിൽ അവർ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ അവരുടെ ടൈം യൂട്ടിലൈസേഷൻ, അവരുടെ ഫീൽഡും ഓരോ ദിവസത്തെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിനെ കേൾക്കാം. നിങ്ങൾക്ക് ഓൾറെഡി എന്നെക്കാളും കൂടുതൽ നിങ്ങളാണ് അറിയണത്. പക്ഷെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ, നമ്മുടെ മനീഷ മാർട്ടിനും ഹസ്ബൻഡ് എല്ലാവരും വന്നിട്ടുണ്ട്. നമുക്കൊരു ഫാമിലി പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു നിങ്ങളോടും, കാരണം ഈ കുർബാനയിലൊക്കെ വരാറുണ്ട്, നിങ്ങളെല്ലാവരെയും കാണാറുണ്ട്. ആ ഒരു സ്നേഹം ദേവാലയത്തോടും ഉണ്ട്. സ്നേഹപൂർവ്വം നമുക്ക് വേദിയിലേക്ക് സ്വീകരിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഫാദർ ഡാനിയലിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഇങ്ങനെ നിങ്ങളെയൊക്കെ കാണാനും ഇങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒരു അവസരം തന്നതിന്. അതുപോലെ തന്നെ കുറച്ച് നേരമാണെങ്കിലും ബഹുമാനപ്പെട്ട അനുവച്ചനായിട്ട് നമുക്കൊരു ക്വാളിറ്റി ടൈം കിട്ടി. എന്താണ് മെൻ്റലിസം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി കുറച്ചും കൂടി കൂടുതലായിട്ട്. അതുപോലെ ജോസ്മിൻ ചേട്ടനായിട്ടാണെങ്കിലും കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയതിന് ഒരുപാട് താങ്ക്ഫുള്ളാവുന്നു ഫാദർ ഡാനിയൽ അച്ഛനോട് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന്. പിന്നെ ടൈം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ലൊക്കേഷനിൽ നിന്ന് തലേ ദിവസം വരെ വന്ന് എക്സാം എഴുതേണ്ട ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലാദ്യം വിശ്വസിക്കുന്നത് ടൈം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണമെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ കൃപയും കൂടി വേണം എന്നുള്ളതാണ്. കാര്യം ഞാൻ ആ ടൈമിലൊക്കെ ഒരാഴ്ചത്തോളം 1 മണിക്കൂർ വെച്ച് മാത്രം ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. കാര്യം എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യണം, സീരിയലിൽ പോകണം, അവിടെ നമുക്ക് ലീവ് പറയാൻ പറ്റില്ല. അങ്ങനെ ആകെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഡെഡായി പോകാണ്ടിരിക്കാൻ ലൊക്കേഷൻ സെറ്റിൽ വെച്ച് തന്നെ റീൽസ് എടുത്തിടണം. അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഓർക്കാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുക എങ്ങനെ ഈ ടൈം മാനേജ് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ എൻ്റെ പഠിക്കുന്ന കുറച്ച് ട്രിക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ഉറങ്ങില്ല, ഉറങ്ങാണ്ടിരുന്ന് പഠിക്കുന്ന ആളാണ്. പക്ഷെ അവരത് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് തലവേദന വരാൻ തുടങ്ങി, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എക്സാം ഹോളിലിരുന്ന് ഉറക്കം തൂങ്ങണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ദൈവമായിട്ട് കമ്മിറ്റ് ചെയ്യണം, ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു കൃപ കിട്ടും. എനിക്ക് ലൈഫിൽ കിട്ടിയേക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാര്യം LLBക്ക് എനിക്ക് സപ്ലി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേ പറയാൻ, ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ ചില സമയങ്ങളിലൊക്കെ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് പോലും ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക്, അതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്. ചിലവർക്ക് ഇത് ഭയങ്കര പൊട്ടയിട്ട് തോന്നാം, പക്ഷെ എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് LLBയിലെ എല്ലാ പേപ്പേഴ്സും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പേപ്പർ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ വീട്ടിലും പറയും ഉറപ്പായിട്ട് എനിക്ക് ആ പേപ്പറിൽ സപ്ലി വരും. കാര്യം അത് മാത്രം പഠിച്ചിട്ട് എൻ്റെ തലയിൽ കയറുന്നില്ല. അത് ഒന്നും പഠിക്കാണ്ട് ഞാൻ എക്സാം ഹാളിൽ കയറിയത് പോലും. എക്സാം ഹാളിൽ കയറി പേപ്പർ തന്നപ്പോൾ പോലും ഒന്നും അറിയില്ല. ആകെ ഗോൾഡൻ ട്രയാങ്കിൾ റൂൾ എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റേ ആർട്ടിക്കിൾ 40, 90, 21 ഇത് മാത്രമേ എനിക്കറിയുള്ളൂ. അത് മാത്രം കണ്ട് 10 മാർക്കിന് അതുണ്ട്. ഓക്കെ, അത് എഴുതി കഴിഞ്ഞ് തോറ്റ്. കാര്യം പാസ് മാർക്ക് 10 പോരല്ല. അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബാക്കിനൊക്കെ ഭയങ്കര ഡിസ്കഷൻ നടക്കണം. ഇത് എന്താ സംഭവം എന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മറ്റേ ഔട്ട് ഓഫ് പേപ്പർ, മറ്റേ സിലബസ് തന്നെ തെറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അതുപോലെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ടായില്ല. അത്രയും എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയില്ലായിരുന്നു. അങ്ങനെ സപ്ലി കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു പേപ്പർ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഇതുവരെ സിലബസ് തെറ്റാണ്ടിരുന്നത് അവിടെ സിലബസ് തെറ്റി വരികയും ആ സെമ്മിൽ എല്ലാവരെയും പാസ്സാക്കി വിടുകയൊക്കെ ചെയ്ത്. അപ്പോൾ അതൊക്കെ ഒരു മിറാക്കിളായിട്ട് കാണാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ടൈം യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പല വഴികളും ദൈവം നമുക്ക് തുറന്നു തരും. സെക്കൻഡ് തിങ്, 10th കഴിയുമ്പോൾ തുടങ്ങി നമ്മുടെ കൺഫ്യൂസ്ഡ് പീരീഡ് തുടങ്ങുക. അതായത് +2 എന്ത് ഗ്രൂപ്പ് എടുക്കും, അതിനുശേഷം പിന്നെ ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ളൊരു ടൈമായിരിക്കും ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക്
നമുക്കേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ, മറ്റാർക്കും. പണ്ടൊക്കെ ടിക്ടോക്ക് തുടങ്ങുന്ന സമയത്ത് പലരും ചോദിച്ചു കേട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാർ ചോദിക്കും, ആൾക്കാർ ലൈക്ക് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് അതുകൊണ്ട് അരി വാങ്ങാൻ പറ്റും, കാണുന്ന വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ വീട്ടു ചിലവ് നടക്കും, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അന്ന് ഞാനും ഓർക്കുന്നുണ്ട്, ശരിയാ, ഇതിനൊക്കെ വേണ്ടി ഇത്ര ടൈം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഇതിൽ നിന്ന് ഉണ്ടോയെന്ന് അറിയില്ല. പിന്നീട് അതിൽ നിന്ന് കുറേ പേർക്ക് ചാൻസ് ഒക്കെ കിട്ടണുണ്ടപ്പോൾ ഓർത്ത്, ഓക്കെ ഇത് നന്നായിട്ട് ചെയ്യാം, ഇതിന് ചാൻസ് കിട്ടുമ്പോൾ അന്ന് അതിൽ നിന്ന് ഇൻകം കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷേ ഇന്ന് ലിറ്ററലി യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, കാണുന്ന വ്യൂസിനും ഇടുന്ന ലൈക്കിനുമാണ് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ കുടുംബത്തിലെ ചിലവ്. ഇപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ പൊസിഷനിൽ ഇരുന്നവർ പോലും അതിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തിരുന്ന യൂട്യൂബ്, ഇൻസ്റ്റ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നന്നായിട്ട് നിൽക്കുന്നത് തന്നെ അത്രയും ഏണിങ്സ് അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കേ നമ്മൾ അറിയാൻ പറ്റും, നമുക്കറിയാം നമ്മുടെ വിൽ പവർ എന്താണ്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആകുമ്പോൾ നിങ്ങളെടുത്ത ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക. അതിൽ ആ എയിം എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ മറ്റാർക്കും ഉപദ്രവം ആ തീരുമാനം കൊണ്ട് വരില്ല എന്ന് ഉറപ്പ് വരുത്തുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തായാലും നിങ്ങൾ ആ സക്സസ്സിൽ എത്തുകയും ചെയ്യും. അതിനുവേണ്ടി ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അറ്റ് ലാസ്റ്റ് ഈ പറഞ്ഞ എല്ലാവരും നിങ്ങളുടെ ആ ഒരു സംഭവത്തിനോട് അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങും, അവർ നിങ്ങളതിൽ ഒരുപാട് അനുമോദിക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം അതാണ്, നമ്മുടെ തീരുമാനം ശരിയാണെങ്കിൽ അത് മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന തീരുമാനം അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക. പിന്നെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വലിയൊരു പ്രശ്നമാണ് ഈ കമ്പാരിസൺ. അവർക്കതില്ലേ, ഇവർക്കിതില്ല, എൻ്റെ മക്കളെന്താ അങ്ങനെ. അത് നിങ്ങളും മേ ബി അനുഭവിക്കുന്നവരാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും പഠിക്കാൻ കഴിവുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ കഴിവുകളല്ല ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ എന്തിലാണോ ഇൻട്രസ്റ്റ് അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. മേ ബി ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കുറ്റപ്പെടുത്തലുകൾ കിട്ടും, മണ്ടത്തരമൊക്കെയാണല്ലോ ചെയ്യണേന്ന്. പക്ഷെ അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകണം, അല്ലെങ്കിൽ പിന്മാറാണ്ട് അതിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ഈ പറഞ്ഞവരൊക്കെ നിങ്ങളുടെ അന്നെടുത്ത തീരുമാനത്തിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും അവരവരുടെ തീരുമാനങ്ങളനുസരിച്ച് പോവുക. അത് നല്ല ഡിസിഷൻ ആയിരിക്കട്ടെ, അതിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥലം എത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. 1.5 വർഷം കഴിഞ്ഞിപ്പോൾ അല്ലേ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. കുഴപ്പമില്ല, കുറച്ചാളും കൂടി കഴിയുമ്പോൾ ഈ ശബ്ദം മാറും അല്ലേ. കാരണം അപ്പം അതുകൊണ്ട് എപ്പോഴും കേൾക്കുന്ന ഈ ശബ്ദമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ഡാനിയച്ചൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു അച്ഛൻ മരിച്ചേക്കുന്നത് കൊണ്ട് പിതാക്കന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വികാരിച്ചൻ അവിടെ വേണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ ആർച്ച് ബിഷപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലറക്ക പിതാവ് വന്ന് പോയി, പിന്നെ അംബ്രോസ് പിതാവ് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കവിടെ ഉണ്ടാകണം. അപ്പോൾ ഒത്തിരി പേരെ കേൾക്കാനുണ്ട്, പുതിയ ആൾക്കാർ, പുതിയ മുഖങ്ങളൊക്കെ. ഡാനിയച്ചൻ പറഞ്ഞു യൂത്തിനെ കുറിച്ച് പഠിച്ചതെന്ന്. 2 വർഷം ഞാൻ പഠിച്ചതാണ് ബാംഗ്ലൂരിരുന്ന്. അല്ല, ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ഞാനിങ്ങനെ ഒത്തിരി പ്ലാൻ ചെയ്യുമായിരുന്നു. കാരണം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചെയ്യാനായിട്ട് ഒത്തിരി പ്ലാൻ ചെയ്ത് ഒത്തിരി കളക്ട് ചെയ്തൊക്കെയാണ് അന്നേരം 2 വർഷവും എൻ്റെ ലൈസൻഷ്യേറ്റ് സമയത്ത് ഞാൻ ക്ലാസ്സിലിരുന്നത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നാലും നമ്മൾ പഠിച്ചത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കതനുസരിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ വരും. എങ്കിലും കടന്നു വരുന്ന ഓരോ മക്കളിലേക്കും പറയാം. ഇപ്പം ഞാൻ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഴയ ക്ലാസ്സിലേക്കും എൻ്റെ മെറ്റീരിയൽസിലേക്കൊന്ന് കടന്നുപോയി. ഞാൻ ചോദിച്ചു എന്തോരം സമയമുണ്ടെന്ന്. അപ്പോഴാണ് മരണം വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്നോട് ഇടവകക്കാർ പറയാറുണ്ട്, കേന്ദ്രസമിതിയും കാറ്റഗിസം ടീച്ചേഴ്സൊക്കെ പറഞ്ഞു അച്ഛൻ പഠിച്ചിട്ട് ഇവിടുത്തെ യൂത്തിന് ഒന്നും കൊടുത്തില്ലെന്ന്. അപ്പോൾ ഞാൻ കൊടുക്കാനായിട്ട് അവസരം ഉണ്ടാക്കാം. ഇനി ഇപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങൾ കേൾക്കാനായിട്ട് ഒത്തിരി വ്യക്തികൾ ഇവിടെയുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗുഡ് മോർണിംഗ്. കുറച്ചും കൂടെ ഉറക്കെ പറയോ? ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്നെ അറിയാലോ നിങ്ങൾക്ക്. എൻ്റെ പേര് ഫാദർ അനൂപാണ്, അനൂപച്ചൻ. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? അറിയില്ല, പറഞ്ഞില്ലേ? ഡാനിയേച്ചൻ ഒന്നും പറഞ്ഞില്ലേ? പറയുന്ന ക്ലിയർ അല്ലേ? ഓക്കെ, എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ഇതൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ സഹായം ചോദിക്കും, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്നെ. ഓക്കെ ആണോ? റെഡിയാണോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇല്ല? പേടിയുണ്ടോ? ഉണ്ടോ ഇല്ലയോ?
ഉണ്ടോ? എത്ര പേർക്ക് പേടിയുണ്ടൊന്ന് കൈ വെക്കാമോ? ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് പേടിയുണ്ട്? മൈൻഡ് റീഡിങ്ങിനെ കുറിച്ച് പേടിയുള്ളവരുണ്ട്? ഒന്ന് കൈ വെക്കാമോ? ആർക്കുമില്ല? ഒരാളുണ്ട്, അത് അനുഭവിച്ചുകൊണ്ട് പറയുന്നതായിരിക്കും അല്ലേ? ഞങ്ങളൊരു ഹൗസ് ഇതിന് പോയപ്പം അവിടെ ഞാൻ ചെറിയൊരു ഇത് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ട് സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പേടി എനിക്കൊന്ന് മാറ്റണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചത്. അപ്പം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒന്ന് നിങ്ങൾ ഓക്കെ. ഞാൻ പറയുന്ന കാര്യം, ഞാൻ കാണിക്കുന്ന കാര്യം നിങ്ങളൊന്ന് അതുപോലെ ചെയ്യുക. ഓക്കെ, റെഡിയാണോ? ഓക്കെ, എല്ലാവരും കൈ ഒന്ന് നീട്ടിപ്പിടിച്ചേ. നീട്ടിപ്പിടിച്ചാ എല്ലാവരും ഒന്ന് ഷേക്ക് ചെയ്തേ. ഓക്കെ, ഇനി ആ കൈ രണ്ടും തിരിച്ചേ. ഓക്കെ, ഇനി ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുക. അത് തന്നെ, അതെ, ക്രോസ് ചെയ്യുക. അങ്ങനെ റെഡിയാണോ? ഈ രണ്ട് വിരലും ഇങ്ങനെ ഒട്ടണം. ഒട്ടിയാ? ഇനി ഞാൻ റെഡി 1 2 3 എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം ചെയ്യും, അത് നിങ്ങൾ ചെയ്യണം. റെഡിയാണോ? റെഡി 1 2 3. തിരിക്ക്. എന്തേ തിരിയുന്നില്ലേ? ഓക്കെ, പ്ലീസ് നിങ്ങൾ വീട്ടിൽ പോയി അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഈ ഷോയ്ക്ക് പേരിട്ടേക്കുന്നത് ഡ്രീം ആൻഡ് ഡെസ്റ്റിനി എന്നാണ്. ഡ്രീം ആൻഡ് ഡെസ്റ്റിനി. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാ അല്ലേ? നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ആർക്കെങ്കിലും കണ്ട സ്വപ്നം പറയാവോ? ഷെയർ ചെയ്യാവോ ഇവിടെ ഒന്ന്? ഇല്ല, സ്വപ്നങ്ങൾ അല്ലേ? നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുള്ളത്. ഈ സ്വപ്നങ്ങൾക്ക് നമ്മളെ വളരെ ചേഞ്ച് ചെയ്യാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ നിങ്ങൾ ആരായിത്തീരും, എന്തായിത്തീരും എന്നൊക്കെ നിങ്ങളെ ആക്കിയെടുക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തോരം സ്വപ്നം കാണുന്നു അത്രയ്ക്കും നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർ. അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞു അല്ലേ? അതിലൊക്കെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഒരു സ്വപ്നമുണ്ട് അല്ലേ? അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിന് അവർ കൈവിടാതെ അത് നേടിയെടുക്കുവോളം അവർ പരിശ്രമിച്ചു. അപ്പം ഇന്നവർ ഇത്തരത്തിലൊരു നിലയിലെത്തിയിരിക്കുന്നത് ആ സ്വപ്നങ്ങൾ അവർ കണ്ടതുകൊണ്ടും അത് നേടിയെടുക്കാൻ അവർ പരിശ്രമിച്ചതുകൊണ്ടുമാണ്. അപ്പം സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങളിലൂടെ നമ്മുടെ ഡെസ്റ്റിനി കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുകയാണ്. ആദ്യമേ തന്നെ ഞാൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്റ്റീജനച്ചനും ഡാനിയച്ചനും വിനുവച്ചനും നന്ദി പറയുകയാണ്. വിനുവച്ചൻ ഇത്തരത്തിലൊരു ഫെസിലിറ്റി ഒരുക്കി തന്നതിനും, പിന്നെ ഡാനിയച്ചനാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം. എപ്പോഴും ഡാനിയച്ചൻ എന്നോട് പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഹൗസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. പിന്നെ സ്റ്റീജനച്ചനും വളരെ സ്നേഹത്തോടെ എനിക്കിങ്ങനൊരു അവസരം തന്നു. അപ്പം അതിന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. അപ്പം നമുക്ക് ഷോയിലേക്ക് കടക്കാം. ഓക്കെ, റെഡിയല്ലേ? അപ്പം പാളിപ്പോയാൽ നിങ്ങൾ ഓക്കെ എന്ത് ചെയ്യും? കൂവരുത്. ഓക്കെ, ഞാൻ വലിയ ഷോയൊന്നും ചെയ്യുന്ന ആളല്ല. ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊരു ഗ്രൂപ്പിന് ഇങ്ങനൊരു ഷോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം തുടങ്ങാം. ആർ യു റെഡി? ഓക്കെ. അപ്പം ഞാൻ ഈ ഷോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജുഷയെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ വേണം. ആരാ വരാൻ പോകുന്നത്? വന്നോ? വേറൊന്നുമില്ല, ചുമ്മാ കട്ട് ചെയ്യാനും ഒട്ടിക്കാനൊക്കെയാവും. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? ഉണ്ടല്ലേ? ഇത് സിമ്പിളാണ്. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഒരു എൻവലപ്പാണ്. ഓക്കെ അല്ലേ? അല്ല പിന്നെ ഇതൊക്കെ എല്ലാവരും ഒന്ന് കാണിക്കുക. ഓക്കെ, താങ്കളുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. താങ്കളിപ്പോൾ ഞാൻ ഹിപ്നോസിസ് ചെയ്യാൻ പോവുകയാണ്. ഇല്ല, ചുമ്മാ പറഞ്ഞു. താങ്കൾ ഇതൊന്ന് ഒട്ടിക്കണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കുറച്ച് ടെൻഷൻ മാറുമല്ലോ. ഒട്ടിച്ചു.
ഇനി അതിലൊരു ഏതെങ്കിലും ഒരു സ്റ്റിക്കർ എടുക്കുക. ആ സ്റ്റിക്കർ ഇരിക്കുന്നില്ല, ഏതെങ്കിലും ഒന്ന് എടുക്കുക, ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കർ. അത് തന്നെ എടുത്തോ. കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. എൻ്റെ കൈയും വിറയ്ക്കുന്നുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. എടുത്തോ കൊണ്ടുവന്നോ, ടേസ്റ്റ് ചെയ്തോ. ഒറ്റയ്ക്ക് കുഴപ്പമില്ല. ഒരു സഹായം കൂടെ, ആ ബോർഡ് ഒന്ന് എടുക്കൂ. അതിവിടെ കൊണ്ടുവച്ചു. ഇതിവിടെ വെക്കുവാണ്. എല്ലാവർക്കും കാണാലോ? ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? സന്തോഷമായില്ലേ? താങ്ക് യു. ഒരു കൈയ്യടി കൊടുത്തേ. ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ആ ടേബിളിൽ കണ്ടോ 3 പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? കുറവാണ്. നല്ല കാര്യം, നന്നായി. അപ്പം ഈ 3 പുസ്തകങ്ങളിൽ നിന്ന് നമ്മളൊരു പുസ്തകം സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അറിയാൻ പോകുന്നില്ല എന്താ സെലക്ട് ചെയ്യുന്നതെന്ന്, താങ്കൾക്ക് അറിയാൻ പോകുന്നില്ല എന്താ സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു എലിമിനേഷൻ പ്രോസസ്സ് എന്ന് പറയും. നമ്മൾ കുറേ കാര്യങ്ങൾ എലിമിനേറ്റ് കളയുകയാണ്. അപ്പം ഇതിൽ നിന്നും 2 ബുക്ക് എടുത്ത് മാറ്റും. ഏതെങ്കിലും 2 ബുക്ക് എടുക്കുക. ഏതെങ്കിലും 2 ബുക്ക് കയ്യിലെടുക്കുക. അത് രണ്ടും മനസ്സ് മാറ്റണോ, ചേഞ്ച് ചെയ്യണോ? വേണമെന്നില്ല, താങ്കളുടെ ഇഷ്ടം. ഞാനിനി പറഞ്ഞുകൊണ്ട് മാറ്റണം എന്നല്ല, ആസ് യു വിഷ്. ഇത് രണ്ടും ഉറപ്പാണ്. ഓക്കെ, അതങ്ങ് മാറ്റി വെച്ചോ. അദ്ദേഹം തന്നെ സെലക്ട് ചെയ്തതാണ് അല്ലേ 2 പുസ്തകം. ഇപ്പോൾ ടേബിളിൽ ഒരു പുസ്തകമുണ്ട്, അത് നമുക്കൊന്ന് എടുക്കാം. ഇതാണ് അദ്ദേഹം സെലക്ട് ചെയ്ത ബുക്ക്, ആൽക്കമിസ്റ്റ്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? പരിചയമുണ്ടോ? ഫാൻ അല്ല, കുഴപ്പമില്ല. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പൗലോ കൊയ്ലോയുടെ ഒരു പുസ്തകമാണിത്. അപ്പം റാൻഡമായിട്ട് സെലക്ട് ചെയ്താൽ അല്ലേ? നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഞാനൊരു കാർഡ് കയ്യിൽ തരാം. ഓക്കെ, ഈ കാർഡ് ഇങ്ങനെ ഈ ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. മേളിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു, ഇവിടെ പിടിച്ചു, ആ കൈ കൊണ്ട് പിടിച്ചു, അങ്ങനെ പിടിച്ചിട്ട് എവിടെയെങ്കിലും ഇഷ്ടമുള്ളിടത്ത് ഇൻസേർട്ട് ചെയ്യുക. അത് മതിയോ? ഒന്നും കൂടെ വേണമെങ്കിൽ മാറ്റിക്കുമോ? വേണ്ട, അത് മതി. ഓക്കെ, അപ്പം ഈ പേജിലാണ് വെച്ചേക്കുന്നത്. ഈ പേജിൽ ഞാൻ കാർഡ് മാറ്റുന്നില്ല. ആ പേജ് ഞാൻ തുറന്ന് കാണിക്കാം. ആ പേജിൽ ആദ്യം കാണുന്ന വാക്ക് ഓർത്ത് വെക്കുക, ഫസ്റ്റ് വേർഡ്. ആ പേജ് നമ്പറും കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുമോ? കിട്ടി, മനസ്സിൽ വെക്കാം. ഇപ്പോൾ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഒരു പേജ് നമ്പറും ഉണ്ട്. ഇത്രയും നടന്നത് റാൻഡമായിട്ടാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ തന്നെ ചോയ്സാണ്. ഞാൻ ആ വാക്കൊന്ന് കണ്ടുപിടിക്കാൻ പോകും. ഓക്കെ, നമ്മുടെ ഈ ഷോയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് ഉണ്ടല്ലേ? കാണാവാ? ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണോ? അല്ലേ? ആണോ? ഡ്രീം. യെസ്. ഇത് ആർക്ക് വേണേലും ചെയ്യാം. ഒരു മജിഷ്യനും സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലേ? ആർക്ക് വേണേലും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. നിങ്ങൾക്ക് വല്ല അത്ഭുതം തോന്നിയോ ഇതിൽ? ഞാൻ ഈ വാക്ക് കണ്ടുപിടിച്ചതിൽ താങ്കൾക്ക് അത്ഭുതമുണ്ട് എങ്കിൽ താങ്കൾ ഒരു പേജ് നമ്പർ ഓർമ്മയുണ്ടല്ലേ? ആ പേജ് ഒന്ന് എടുക്കാവോ? ഏതാണ്? എന്തോ കണ്ട പേജ് അതാണോ? എത്രയാണ് പേജ് നമ്പർ കണ്ടത്? 110. ആ പേജ് അവിടെ ഇല്ല. കണ്ടായിരുന്നല്ലേ? ഡ്രീം എന്ന് പറഞ്ഞ വാക്കും കണ്ടു. നമ്മൾ ഷോയ്ക്ക് മുമ്പ് ഒരു എൻവലപ്പ്, എംറ്റി എൻവലപ്പ് ഇവിടെ വെച്ചിരുന്നു അല്ലേ? ആരാ എംറ്റി ആന്ന് പറഞ്ഞത്? അതെയോ അല്ലേ? നിങ്ങളെ കാണിച്ചു തന്നെ എംറ്റി ആന്ന് പറഞ്ഞ്. ഞാനൊന്ന് നോക്കാം.
ഇതിൽ ഒരു പേജുണ്ട്. ഒന്ന് നോക്കിക്കേ. 110. ആദ്യത്തെ വാക്ക് ഡ്രീം. താങ്ക് യു വെരി മച്ച്. അത് എടുത്തോളൂ, എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഫസ്റ്റത്തെ? കുഴപ്പമില്ല അല്ലേ? ഇവിടെ നിന്ന് അവിടെ നിന്നോ, സെൻറ്ററിൽ നിന്നോ? ഓക്കെ. എൻ്റെ കയ്യിൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് അല്ലേ? സാധാരണ ന്യൂസ് പേപ്പേഴ്സ് ആണ്, ന്യൂസ് പേപ്പർ പീസുകളാണ്, വേറെ ഒന്നുമില്ല, മാജിക് ഒന്നുമല്ല, സാധാരണ പേപ്പറുകളാണ്. ഞാനിതിവിടെ പ്ലേസ് ചെയ്യുകയാണ്. അല്ല, ഇവിടെ ഇരിക്കും. നമ്മുടെ വാക്കുകൾക്ക് പവർ ഉണ്ട്. ഓക്കെ, നമ്മളുടെ വാക്കുകൾ മൂലം മറ്റുള്ളവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾക്ക് എത്താൻ നിങ്ങളെ സഹായിക്കാത്തത് നിങ്ങളുടെ തന്നെ ചിന്തകളാണ്. അപ്പോൾ എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നിങ്ങൾ എത്തത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിയുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കും. ഞാൻ ഒരു ന്യൂസ് പേപ്പർ തരാം. താങ്കൾക്കുള്ള ടാസ്ക് ഇതാണ്. എന്താണ് പരിപാടി? പേരെന്താണ്? ജോയിൻ. ഓക്കെ, എൻജിനീയറാണ്. അപ്പം നല്ല ശക്തി കാണും അല്ലേ? അപ്പം ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഈ പേപ്പർ വളയാതെ ഒന്ന് നേരെ കീറണം. സിമ്പിളാണ്. താഴേക്ക് കീറുക. സൂപ്പർ. ഒന്ന് കൈയടിച്ച് ഒന്നും കൂടെ കീറിയോ? ഒന്നും കൂടെ കീറിയോ? അല്ല പിന്നെ എന്തായാലും വന്നതല്ലേ, കാണട്ടെ എല്ലാവരും. അടിപൊളി, സൂപ്പർ അല്ലേ? ഒരു പേപ്പറും കൂടെ കീറണോ? വളരെ ഇൻട്രസ്റ്റ് ആയി. ഓക്കെ, എന്നാ കീറുക. അല്ല, ഒന്നും കൂടെ കീറിയോ? അത് കുഴപ്പമില്ല, പേപ്പറിൻ്റെ മിസ്റ്റേക്കാണ്. വേണമെങ്കിൽ ഒന്നും കൂടെ കീറുക. ഇതൊന്നും കൂടെ കീറുക. കുഴപ്പമില്ല, വിട്ടേക്ക്. ഇല്ല, കീറാൻ പറ്റുമോ? താങ്കൾ ഓവർ കോൺഫിഡൻസ് ആയതുകൊണ്ടാണ്. എല്ലാവരും അതെ. ഓക്കെ, ഓൾമോസ്റ്റ് അല്ലേ? പേപ്പറുകൾ കളഞ്ഞു. കൈയൊന്ന് തരാമോ? എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം. ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ഈ പവർ, ഇപ്പോൾ കണ്ട പവറല്ലേ, അത് ഞാനങ്ങ് എടുത്തോട്ടെ. അത് ഞാൻ എടുത്തു മാറ്റുക. കംപ്ലീറ്റ് ആയിട്ട് അത് വന്നു. വിശ്വാസമുണ്ടോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയില്ല, നിങ്ങളുടെ കഴിവ് എനിക്ക് തന്നു, നിങ്ങൾ എംറ്റിയാണ്, നിങ്ങൾക്ക് ആ പേപ്പർ കീറാനുള്ള ശക്തി പോലും ഇല്ല. ഓക്കെ, വളരെ സാവധാനം കീറിക്കുക. നേരെ കീറണം. കീറ്. കുറച്ച് മുമ്പ് വലിയ ഷോ കാണിച്ചാൽ നോക്കട്ടെ. വേറെ വേണോ? അത് തരാമല്ലോ, എന്തോരം വേണേലും തരാം. ഇതാ അവസാനത്തെ ട്രൈ ആണ്. അവിടുന്ന് കയറി. ഇല്ല, പറ്റുന്നില്ല അല്ലേ? എന്തുകൊണ്ട് പറ്റുന്നില്ല? നിൽക്ക്, ഞാൻ പറയാം എന്തുകൊണ്ടാണത് കീറാൻ പറ്റാത്തത്. അറിയാൻ പാടില്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, ഈ പേപ്പർ എനിക്ക് കീറാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസിൽ അത് ഉണ്ട്. ഇനി എനിക്ക് തന്ന പവർ ഞാൻ തിരിച്ചു തരാൻ പോവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. എനിക്ക് പേപ്പറല്ല, എൻജിനീയർ അല്ലേ, എനിക്ക് എന്ത് വേണേലും വലിച്ചു കയറാനുള്ള ശക്തിയുണ്ട്. റൈറ്റ്? നമുക്കൊന്ന് ട്രൈ ചെയ്ത് തരാം. അവസാനത്തെ പേപ്പറാണേ, എന്നെ നാണം കെടുത്തരുത്. ഒന്നും കൂടെ കയറി. പറ്റും അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ തോട്ടിൻ്റെ പോയില്ലേ, നമ്മുടെ ചിന്തയുടെ ഇതാണ് അല്ലേ? അദ്ദേഹം പറ്റില്ല എന്ന് ചിന്തിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ ശക്തി എടുത്തു എന്ന് ചിന്തിച്ചപ്പം ഇമ്പോസിബിളായി. പക്ഷേ അദ്ദേഹത്തിന് കഴിയും, അദ്ദേഹത്തിൻ്റെ ആ എനർജി ഉണ്ടെന്ന് ചിന്തിച്ച് കീറിയപ്പം അത് കീറാൻ പറ്റി അല്ലേ? അതൊരു സിമ്പിൾ ന്യൂസ് പേപ്പറാണ്. അപ്പോൾ അതുപോലും കീറാനുള്ള ശക്തി അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത. എന്നെക്കൊണ്ട് കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുക, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ കണ്ടെത്തുക, അത് ആ ഡെസ്റ്റിനിക്ക് വേണ്ടി നിങ്ങൾ പോരാടുക. അപ്പോൾ ഇതുപോലുള്ള പ്രതിബദ്ധതകൾ വരും. പലരും നിങ്ങളെ പിന്മാറാൻ നോക്കും, നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെന്ന് പറയും. പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ കഴിവ് കൊണ്ട് ശ്രമിക്കുക, നിങ്ങൾക്കൊരു ഡെസ്റ്റിനിയിലെത്താൻ കഴിയും. ഓക്കെ,
കൊള്ളാമെങ്കിൽ ഒന്ന് കൈയടിക്കാവോ, എന്നെ ഒന്ന് പ്രോത്സാഹിക്കും. എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിക്കേ. വേണ്ട, ശരി, വേണ്ടെങ്കിൽ. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ അതുപോലൊരു വൈറ്റ് ബോർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബോർഡിൽ ഈ പേര് നിങ്ങൾ എഴുതുന്നതായിട്ട് വിചാരിക്കുക, വലുതായിട്ട്. നാലക്ഷരമുണ്ട്. ഓക്കെ, നോക്കാം, നമുക്ക് ഒരു ട്രയലാണ്. 4 അക്ഷരമുള്ള ഒരു പേരാണ്. ഓക്കെ, ഓരോ ലെറ്ററായിട്ടൊന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ആ ബോർഡിലൊന്ന് എഴുതാൻ പോവാണേ. കറക്റ്റ് ആവുമെന്നറിയില്ല, നോക്കരുത്. താങ്കൾ നോക്കണ്ട, ബാക്കിയുള്ളവർ കണ്ടോട്ടെ. അങ്ങനെ നോക്കും. ആദ്യത്തെ ലെറ്റർ ഒന്ന് നോക്കിയാ? ആദ്യത്തെ ലെറ്റർ എന്ന് പറഞ്ഞേ. ആ, ആണോ? ആണ്. മൂന്നാമത്തെ ലെറ്റർ ഒന്ന് ഓർക്കാവോ? തിരിയരുതേ, പട്ടാളക്കാരനല്ലേ, പറഞ്ഞ പോലെ ചെയ്യണം, തിരിയരുത്. മൂന്നാമത്തെ ലെറ്റർ. ആ, പറഞ്ഞോ. ആർ ആണോ? പേര് പറയാവോ? ആ പേരെന്താ? മേരി. റൈറ്റ്. ആരാ? അമ്മയാണോ? അമ്മയാണോ? ആ, താങ്ക് യു വെരി മച്ച്. ആ, എനിക്ക് മനസ്സിലായി. അച്ഛനുണ്ടോ? മിക്സ് ചെയ്തു. ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. താങ്കൾ മനസ്സിൽ ഇഷ്ടം തോന്നുന്ന ഒരു കാർഡ് ഇങ്ങനെ ഞാൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. ആ, ടച്ച് ചെയ്താൽ മതി. വേണം, എവിടെ നിന്ന് വേണേലും. അവിടെ ഇവിടെ നിന്നൊന്നുമില്ല, എൻ്റെ കൈ ചെറുതായതുകൊണ്ടാണ്. എവിടെ നിന്ന് വേണേലും ടച്ച് ചെയ്യാം. ഉണ്ടോ? ബുദ്ധി ഉണ്ടോ? കറക്റ്റ് ഇടയിൽ കൊണ്ട് ടച്ച് ചെയ്തു. ഏതാ ടച്ച് ചെയ്ത്? ഏതാ? ആ, അത്. ആ, അതൊന്ന് എടുക്കുക. എന്നെ കാണിക്കരുത്, എടുക്കുക. നോക്കുക. നോക്കിയോ? ഇതിലേക്ക് വെക്കുക. വെച്ചോ, കയ്യിൽ വെച്ചോ, ഇതിൻ്റെ എവിടെയെങ്കിലും വെച്ചോ. വെച്ചോ, എനിക്ക് വേണ്ട, ഞാൻ നോക്കുന്നില്ല. ഓക്കെ ആണോ? കയ്യിൽ കാർഡ് പിടിച്ചോ, കയ്യിൽ വെച്ചോ. ആ, ഇപ്പം സാധാരണ മജീഷ്യന്മാരൊക്കെ ചെയ്യുന്നത് കാർഡ് വാങ്ങി അവർ തന്നെ എവിടെയെങ്കിലൊക്കെ വെക്കും, നോക്കും, അല്ലേ? ഞാൻ ആ കാർഡ് കണ്ടിട്ടില്ല. ഈ കാർഡ് ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ മൈൻഡിലാണ്. നിങ്ങളെ കാണിച്ചോ? ഇല്ല. അപ്പോൾ ആ കാർഡൊന്ന് മൈൻഡിൽ ഇമാജിൻ ചെയ്യുക. ഞാനത് കണ്ടുപിടിക്കാൻ നോക്കാം. വേറെ കാർഡുകൾ ചിന്തിക്കണ്ട, എന്നെ പറ്റിക്കാതെ നോക്കണ്ട. അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല സാർ. പറഞ്ഞു, എനിക്ക് മനസ്സിലാവും. കണ്ണൊന്നും അടയ്ക്കണ്ട, കൂളായിട്ട് നിന്നോ. എന്തിനാ പേടിക്കുന്നേ? നല്ല പിന്നെ എവിടെയെങ്കിലും ഈ ഇടയ്ക്ക് ആക്സിഡൻറ്റ് എന്തെങ്കിലും പറ്റിയായിരുന്നോ? ബൈക്കിൽ എവിടെയും പോയി മറിഞ്ഞായിരുന്നോ? ഇല്ല. 2-3 മാസത്തെ ഇടയ്ക്ക് നോ? എന്തെങ്കിലും പാട് കിടപ്പുണ്ടോ പെർമനൻ്റ് ആയിട്ട്? മുട്ടിലോ മുട്ടിന് താഴെയോ? ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉള്ള പാടല്ലേ, അതല്ല ഞാൻ ചോദിച്ചത്. എനിക്കെന്തേലും ഇല്ല. ഓക്കെ, കഷ്ടപ്പാടുണ്ട്, അതായിരിക്കും ചിലപ്പോൾ. ഈ കാർഡൊന്ന് ഇമാജിൻ ചെയ്യുക. ഈ കാർഡ് ഒന്ന് ഇമാജിൻ ചെയ്യുക വലുതായിട്ട്, വലിയൊരു ബോർഡിൽ ഇതിങ്ങനെ ഇമാജിൻ ചെയ്യുക. ഒരു കറുത്ത കാർഡാ അല്ലേ? ചെറിയ സംഖ്യ അല്ലേ? ക്ലബ്സ് 4 ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അത് കാണിച്ചില്ലായിരുന്നല്ലേ ഇവരെ? കാണിച്ചായിരുന്നോ കാർഡ്? ആ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ബുക്ക് ഇങ്ങനെ പിടിച്ച് റിഫ്ലൈ ചെയ്യും. താങ്കൾ ഇഷ്ടമുള്ളിടത്ത് താങ്കൾ സ്റ്റോപ്പ് പറയുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, താങ്കൾ എവിടെയെങ്കിലും തൊട്ടോ ഏതെങ്കിലും ഒരു പേജ് ജസ്റ്റ് ടച്ച് ചെയ്തു. എൻ്റെ കൈയാണോ വരയ്ക്കുന്നത്, താങ്കളുടെ കൈയാണോ വരയ്ക്കുന്നത്? രണ്ടുപേരും വരയ്ക്കുന്നു. അത് മതിയോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേജ് തുറക്കണോ? ഈ പേജ് മതി, ഉറപ്പാണോ? ഈ പേജിൽ ആദ്യം കാണുന്ന വാക്ക് അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, കണ്ട ആദ്യത്തെ വാക്ക്, ഫസ്റ്റ് വേർഡ്. അടയ്ക്കട്ടെ. ആ വാക്ക് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക, വേറെ ഒന്നും കൊണ്ടുവരരുത്, ആ വാക്ക് മാത്രം. ഓക്കെ, കുറച്ച് വലിയ വാക്കാണ്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും.
ആദ്യത്തെ വാക്ക് മാത്രം ഓർക്കാവോ? ആദ്യത്തെ ലെറ്റർ, വാക്കല്ല ലെറ്റർ. കുറച്ച് വളഞ്ഞ ക്യൂ ആണോ? ക്യൂ. അതൊന്ന് റിപ്പീറ്റ് ചെയ്യുമോ മനസ്സിൽ? വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, താങ്ക് യു. അപ്പം ഒത്തിരി സന്തോഷം. കാരണം കുറച്ച് നാളായി പ്രോഗ്രാം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പലർക്കും പരീക്ഷയും അതുപോലെ സെമിനാറുകളും പ്രോഗ്രാമുകളും പിന്നെ നമ്മളുടെ തന്നെ തിരുനാളുകളും, ഒരു സാധാരണ തിരുനാളുകളും അല്ല, കുറച്ച് അധികം നീണ്ടു നിൽക്കുന്ന തിരുനാളാണ്. അതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. എങ്കിലും ഈ അവസരം നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുകയാണ്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ചെറിയൊരു കൂട്ടായ്മയാണെങ്കിൽ പോലും കുറച്ചുകൂടി ഇൻറ്ററാക്റ്റീവായിട്ട് ചെയ്യാൻ സാധിച്ചെന്ന് വിശ്വസിക്കുകയാണ്. ഞാനീ നന്ദി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഗസ്റ്റിനോട്, അച്ഛനോടും ഗസ്റ്റിനോടൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം തീർച്ചയായിട്ടും അവരും ഇതുപോലെ പലരെയും കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്, അല്ലേ? നമ്മളുടെ വ്യക്തിത്വങ്ങൾ, സമൂഹത്തിലെ ഓരോ വ്യക്തിത്വങ്ങളെ കണ്ടിട്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നന്ദി പറയാം. സ്നേഹപരപ്പെട്ട വികാരിയച്ഛൻ, നമുക്കറിയാം തിരുനാളിൻ്റെ സമയത്ത് ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പെർമിഷൻ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ഗസ്റ്റുകളൊക്കെ ഉള്ളൊരു അവസരം കൂടിയാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ അച്ഛൻ നമുക്കായിട്ട് 8ാം ഇടത്തിൻ്റെ അന്ന് തന്നെ ചോദിച്ചപ്പോൾ അച്ഛൻ പെർമിഷൻ തന്നു. അച്ഛൻ ആദ്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അനുപ്രതാപച്ചൻ എൻ്റെ ജൂനിയറാണ്, എങ്കിലും ഒത്തിരി വർഷങ്ങൾ മുമ്പോട്ട് പോയ പോലെ നല്ല അനുഭവ പാഠങ്ങളുണ്ട്. അച്ഛൻ ഞങ്ങളുടെ മിഷനിൽ ഭോപ്പാലിൽ നമ്മളുടെ ആതുരാലയത്തിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ ഒറ്റയ്ക്ക് അവിടെ സ്പീക്കറും പ്രൊക്രേറ്ററും അവിടുത്തെ എല്ലാ ചാർജുകളും ആദ്യഘട്ടത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കായിരുന്ന അവസരങ്ങളുണ്ട്. അച്ഛന് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ പിന്നീട് കടന്നു വന്നു. പക്ഷേ എങ്കിലും ഈ ദിവസങ്ങളിൽ അച്ഛന് ബാംഗ്ലൂർ എക്സാം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എത്തുമെന്നാണ് പറഞ്ഞത്. നേരത്തെ തന്നെ നമുക്ക് വേണ്ടി എത്തിച്ചേർന്നു. അതുപോലെ തന്നെ കുറച്ച് നാളത്തെ കാത്തിരിപ്പുണ്ട്. കാരണം കാർമൽ ദർശൻ എന്നുള്ള നമ്മളുടെ മഞ്ഞുമൽ പ്രൊവിൻസിൻ്റെ ചാനലിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സൺഡേസിൽ അവിടെ ഒഴിവില്ല. കുറച്ച് നാളത്തെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് ഫിക്സ് ചെയ്തത്. ഏറ്റവും സ്നേഹപൂർവ്വം കടന്നു വരികയും നമ്മളെല്ലാവരും, നിങ്ങളെ നേരത്തെ തന്നെ അച്ഛന് അറിയാം, ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ബിനുവച്ചൻ, സാധാരണ നമ്മളുടെ ഈ ഒരു ഹോള് മറ്റ് പള്ളിയുടെ ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴും അങ്ങനെ ഓപ്പൺ അല്ല. കാരണം നമുക്ക് സ്കൂളിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. അതുകൂടാതെ മറ്റ് സംബന്ധമായിട്ടുള്ള സ്കൂളിനനുബന്ധമായിട്ടുള്ള യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ ഒരു സൺഡേസിൽ മറ്റ് ഹോളുകൾ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ സമീപിച്ചപ്പോൾ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും ഇന്നലെ മുതൽ ഇവിടെയുള്ള സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് മുതൽ ചെയർ, മറ്റ് കാര്യങ്ങളെല്ലാം, സൗണ്ടിൻ്റെ കാര്യങ്ങൾ പല സമയത്തായിട്ട് വിളിക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ സ്നേഹത്തോടെ നമ്മളെ വെൽക്കം ചെയ്യുന്നു. ഇവിടെയൊക്കെ ഉണ്ട്, അവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളോടൊപ്പമുള്ള സ്നേഹ സാന്നിധ്യമായ വിനുവച്ചന് നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജോസ് ഫുട്ബോൾ ചേട്ടനും അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിൻ, രണ്ടുപേർക്കും ഒരേപോലെ നന്ദി അർപ്പിക്കുകയാണ്. രണ്ടുപേരെയും ഞാൻ എൻ്റെ ഈ വൈദിക ജീവിത കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയതാണ്. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ വൈദികർക്കുള്ള പ്രത്യേകത അത് തന്നെയാണ്. എല്ലാവരും കുടുംബാംഗങ്ങളെ പോലെ കാണുവാനായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. രണ്ടുപേരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം വിഷ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയും ഒത്തിരി നല്ല മുഖങ്ങളെ കണ്ടുമുട്ടട്ടെ, ഒത്തിരി നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിൽ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഇവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നത്, എന്താണ് ഇവർ ചെയ്യേണ്ടത്. പക്ഷെ വളരെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ പങ്കുവെച്ചതുകൊണ്ട് വളരെ ഒറിജിനാലിറ്റിയോടുകൂടി എന്താണോ അവരായിരിക്കുന്നത് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചു. രണ്ടുപേർക്കും ഒത്തിരിയധികം നല്ലൊരു കൈഡി കൊടുക്കും. അതിൽ ജോസ് ഫുട്ബോൾ ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കോളേജ് വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്യണാണ്. പക്ഷെ വളരെ ഒരു അനിയൻ്റെ സ്നേഹത്തോടു കൂടി സംസാരിക്കാനായിട്ടും തമാശകൾ പറയാനായിട്ടും നമ്മളെ വീട്ടിലേക്ക് സ്വീകരിക്കാനൊക്കെ ആയിട്ട് മനസ്സ് കാണിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരിക്കൽ കൂടി പറയുകയാണ്, എങ്ങനെ ഇപ്പോൾ ആർമിയിൽ നമുക്ക് ഇതുപോലൊരു വളരെ ലളിതമായിട്ടുള്ള സ്വഭാവശൈലി അത് ബുദ്ധിമുട്ടാകില്ലെന്ന് ചോദിച്ചു.
പക്ഷെ അപ്പോൾ പറഞ്ഞത് നമ്മൾ ഡ്യൂട്ടി സമയത്ത് നമ്മൾ ഡ്യൂട്ടിയെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യും. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിൻസിയറായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ജോലി 3 ദിവസം പട്ടിണി ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഒരു പ്രശ്നം അതിനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അന്നത്തെ ഒരു പ്രഷർ എനിക്കറിയാം. അപ്പോൾ ഈ ഭക്ഷണമില്ലാതെ 3 ദിവസം ഇരിക്കുക, രാജ്യത്തിന് വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പലരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് രാജ്യസേവന ചെയ്യണമെന്നുള്ളത്. പല സാഹചര്യങ്ങൾ കൊണ്ടും സിറ്റുവേഷൻസ് കൊണ്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ പലർക്കും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ രാജ്യത്തെ സേവിക്കുന്നതിനും ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞങ്ങളെ അനുമോദിക്കുക, അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതിന് ജോസ്മിൻ ബോൾജറിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കും. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അതുപോലെ അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിൻ ഞങ്ങൾ പരിചയപ്പെടുന്നത് നമ്മളുടെ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു വീട് വെച്ചിരിക്കുന്നത്. കുട്ടികളെല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയാണ് വീട്. സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കുട്ടികളാണെങ്കിലും എപ്പോഴും ഒത്തിരി സ്നേഹത്തോടെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ എന്നെ കരുതുകയും അതുപോലെ തന്നെ നമ്മളുടെ തിരുനാളുകളിലൊക്കെ സ്നേഹപൂർവ്വം കടന്നു തിരുവല്ലയിലുമൊക്കെ കടന്നു വന്ന് പോകുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ അവരുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ വീഡിയോയിൽ പറയുന്നത്. എന്നിരുന്നാലും മഞ്ഞുമ്മൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇടം തന്നെയാണ്. ഇവിടെ കടന്നു വരികയും വളരെ പോയിൻ്റൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലുണ്ടാവുകയും എന്നാൽ ഇങ്ങനെ ഒരു പബ്ലിക്കിനെ അഭിമുഖീകരിക്കുന്ന രീതി ഇല്ല എങ്കിലും നമുക്ക് വേണ്ടി ഈ വിലപ്പെട്ട സമയം ചെലവഴിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ മനീഷ മാർട്ടിനും സ്റ്റെനിൻ ചാർലി ചേട്ടനും വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വ്യക്തിത്വങ്ങളാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഇവിടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കും. അതുപോലെ തന്നെ ആൻസൺ ചേട്ടൻ ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ജോയൽ, ജോർജ് ചേട്ടൻ, കിരണും കെവിനും, അതുപോലെ തന്നെ ഇവിടെ സഹായിക്കാനുള്ള എല്ലാവരും ഒത്തിരി പേരുണ്ട്. നമ്മുടെ നിജിനുണ്ട് സൗണ്ടിൻ്റെ കാര്യങ്ങൾ സഹായിക്കാനായിട്ട്. ഇവിടെ ഈ ഒരു പ്രോഗ്രാം സാധ്യമാക്കാനായിട്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കും. ജോയലിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ പള്ളിയുടെ റെനോവേഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ? റെനോവേഷൻ ചെയ്തതിൻ്റെ വീഡിയോ കണ്ടോ? പള്ളി റെനോവേഷൻ കഴിഞ്ഞതിൻ്റെ വീഡിയോ കണ്ടോ? ഡ്രോൺ ഷോട്ട് അത് എഡിറ്റ് ചെയ്തത് നമ്മുടെ ജോയലാണ്. നല്ലൊരു കൈ കൊടുക്കും. കാരണം വിവാഹം അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകൾക്കൊക്കെ ഇടയിലും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടാണ് എഡിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൂമിൽ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പല പ്രോഗ്രാമുകളുണ്ട് എങ്കിലും തുടർച്ചയായിട്ട് അതിന് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പല സമയത്തും പലരും ഈ വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടവയ്ക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തുന്ന ജോയലിനും ഇപ്പോൾ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റർ ശാലിനിയുടെ നമ്മളുടെ ഇടവകയിൽ ഒരുപക്ഷെ ഒരു മെമ്പർ എന്ന നിലയിലുള്ള അവസാനത്തെ പ്രോഗ്രാം ആയിരിക്കാം. പറയുന്നില്ല, കാരണം വിവാഹം കുറച്ചിരിക്കുകയാണ്. ശാലിനി മുമ്പോട്ട് ഇപ്പോൾ നമ്മളുടെ കളമശ്ശേരി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഇന്ന് കുറച്ച് 2-3 ടീച്ചേഴ്സ് ഉണ്ട്, അതിലൊരാളാണ്. അപ്പോൾ ശാലിനി കൺക്ലൂഡിങ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിലേക്ക് എല്ലാവർക്കും നന്ദി പറയും. അതോടൊപ്പം ഒരു ടീച്ചർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് സ്പോട്ടിൽ പറയുന്നതായിരിക്കും. ഓക്കെ, നല്ല കേട്ട് കൊടുത്തേ. ആദ്യം തന്നെ അച്ഛനെല്ലാവർക്കും നന്ദി പറഞ്ഞു. ഞാൻ വീണ്ടും ഓരോരുത്തരെയും പ്രത്യേകിച്ച് നന്ദി എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കിയ നമ്മുടെ എല്ലാ ചീഫ് ഗസ്റ്റിനും അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ടീച്ചർ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ പ്രൊഫഷൻ വൈസ് നല്ലതാണ്, കേൾക്കാൻ നല്ല രസമൊക്കെയാണ്. അവധിയെല്ലാം കിട്ടുമെങ്കിലും അത്ര ഈസി ആയിട്ടുള്ളതല്ല. പക്ഷേ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഓരോ മെമ്മറീസ് തരുന്നൊരു ഇതാണ്. പിന്നെ പ്രൊഫഷൻ റിട്ടയർഡായി കഴിഞ്ഞാലും ടീച്ചറെ എന്നുള്ള വിളിയേക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ആളിവിടെ വന്നിട്ടില്ല, ആഷ്ന. പിന്നെ നല്ല പ്രൊഫഷനാണ്.
ചൂസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ചൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേറൊന്നും പറയാനില്ല. പിന്നെ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ ജോയിന് നമ്മളുടെ ഇടയിൽ പല ഇടങ്ങളിലായിട്ട് ട്യൂഷൻ സെൻ്ററുകളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ പലരും പല ഫീൽഡിലാണ്, പക്ഷെ ഇത്രയും കുട്ടികളെ ഒരുമിച്ച് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ സഹായിക്കാറുണ്ട്. അപ്പോൾ ജോയിൻ്റെ എക്സ്പീരിയൻസ് ഷോർട്ടായിട്ട്, അതുപോലെ തന്നെ ഡാൻസറാണെന്നുള്ള കാര്യം പറയണ്ടല്ലോ അല്ലേ? ഒരു നല്ല കൈ കൊടുത്ത് ഉഷാറാവട്ടെ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ 2022 അബ്സല്യൂട്ട് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു അനുഭവം പറയാനാണ്. അതായത് അതിൻ്റെ തലേ ദിവസം പിറ്റേ ദിവസം ഉദ്ഘാടനം ഒന്നും വെഞ്ചരിപ്പാണ്. പ്രിപ്പറേഷൻസ് ഒന്നും ആയിട്ടൊന്നുമില്ല, എന്താവണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ സമയത്ത് രാത്രി ഒരു 8 മണി 10 മണി എന്തോ ആയി. 10 മണി ആയപ്പോഴേക്കും കുറേ സെറ്റ് ചെയ്യാനുണ്ട്. കാരണം പുതിയതായിട്ട് കിട്ടിയ റൂമാണ്, അതിൽ എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ യൂത്തിലെ ചേട്ടന്മാർ, അതായത് ഇരിക്കുന്ന വിജയത്തെ ഷാവലി ചാപ്പി കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചില്ല, നേരിമോട്ട് കയറിയിട്ട് വന്ന് അതൊന്ന് വിളിച്ചാൽ പോലെയെന്ന് പറഞ്ഞ് ഇവരപ്പോൾ തന്നെ വാടകയ്ക്ക് കറക്റ്റ് മുറിച്ച് സെറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അന്നൊരു യാത്രയ്ക്കുള്ളിൽ വിളിക്കുന്നതിനെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അന്ന് രാവിലെ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് ഞാൻ ബോർഡിൽ എഴുതിയിട്ട വാക്യം നേരത്തെ പുസ്തകത്തിൽ പറയുന്നത്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തം നിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഫീല് ആസ് എ ഇടവകക്കാരൻ എനിക്ക് നല്ലോണം ഉണ്ട്. കാരണം ട്യൂഷൻ സെൻറ്റർ അങ്ങനെ വലിയ ലാഭപ്രതീക്ഷ തുടങ്ങിയ ഒന്നല്ല. പക്ഷേ അവിടെ പഠിപ്പിക്കാൻ വന്ന ടീച്ചേഴ്സ് ആരും അങ്ങനെ ഒരു ഇൻകം എയിം ചെയ്യുന്നതും അനുസരിച്ച് വന്നവരല്ല. ഇപ്പം ഇവരിയ്ക്കുന്നതിലൊരു കുറേ പേര് കൈ നോക്കിയത് ഇവരുടെ ടീച്ചേഴ്സാണ്. ഈ യൂത്തിലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർ അവർ ടീച്ചിങ് പഠിച്ചതാണ്, അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും ബന്ധമില്ലവരാണ്. അപ്പോൾ അത് ഒരു അനുഗ്രഹമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റിങ് ഇഷ്ടമല്ല. ഇപ്പോൾ സത്യമായിട്ട് എനിക്ക് എഡിറ്റിങ് ഇഷ്ടമല്ല. കാരണം ഒന്ന് ഈ ഒരു ഇതുണ്ട്, ട്യൂഷൻ സെൻ്റർ ഉണ്ട്, പിന്നെ അല്ലാതെ ജോബുണ്ട്, പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ വരുമ്പോൾ പണ്ട് പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ യാത്ര 12-3 മിനിറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യുമെങ്കിലും ഇപ്പോൾ വയസ്സായി, ഇപ്പോൾ 10 പുറത്തും വരും. പക്ഷേ എന്നാലും എന്താ ഞാൻ ഒരിക്കലും അപ്രീഷിയേഷൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള പറ്റില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങൾ അപ്രീഷിയേഷൻ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് അങ്ങ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. കാരണം ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് പോകും. അപ്പോൾ പോകാൻ പറ്റുന്ന കാലം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് പോവുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ പള്ളിയിൽ ഓരോ വീഡിയോസിലൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര പ്രിവിലേജാണ്. ഇപ്പോൾ പള്ളിയിൽ എന്ത് പരിപാടി എടുക്കുകയാണെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ അച്ഛൻ്റെ ബാക്കിൽ അവിടെയാണെങ്കിൽ എനിക്ക് കയറി ചെന്ന് വീഡിയോ എടുക്കാം. പ്രിവിലേജാണ്. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാവരും സ്റ്റാറ്റസ് ഇടുമ്പോൾ മീൻസ് ചിലർ നല്ലതാണെന്ന് പറയും, ചിലരൊന്നും ഇല്ല. പക്ഷെ ഒരിക്കലും അത് നല്ലതാണെന്ന് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ എല്ലാവരും സ്റ്റാറ്റസിൽ ഇങ്ങനെ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെ ഞാൻ അറിയാത്തവർക്കായാലും എനിക്കൊരു പൈസയുള്ള ഫീലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ പാഷൻ വെക്കാം, പിന്നെ ജീവിക്കുക. ലൈഫ് ഈസ് എന്തൊക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ ചെയ്യുക, ബാക്കിയൊക്കെ കർത്താവ് ചെയ്യും. പിന്നെ ഡൗണായി പോകുമ്പോൾ ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഡൗണായപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി എന്നെ ടച്ച് ചെയ്തൊരു കാര്യമാണ്. അതായത് ഈശോ 10 ദിവസത്തിന് വെള്ളത്തിൽ വീഴാൻ അനുവദിച്ചു. 10 ദിവസം വെള്ളത്തിൽ വീഴാൻ ഈശോ അനുവദിച്ച്, പക്ഷേ മുങ്ങിപ്പോകാൻ അനുവദിച്ചില്ല. അപ്പോൾ അതാണ് എൻ്റെ വിശ്വാസം. സോ നമ്മൾ വീഴും, മനുഷ്യനാണ് വീണ് പോകും, പക്ഷേ മുങ്ങിപ്പോകാൻ അങ്ങനെ അനുവദിക്കില്ല. ആ വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പോൾ സന്തോഷം. നമുക്കൊരു ഫോട്ടോ സെഷൻ കൂടി ഉണ്ട്. അതിന് മുമ്പ് ദൈവത്തിന് നന്ദി പറയാം. എഴുന്നേറ്റെടുക്കാം. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയും ഒത്തിരി നല്ല മുഖങ്ങളെ കണ്ടുമുട്ടട്ടെ, ഒത്തിരി നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കട്ടെ.